പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഒരു ചോദ്യമുണ്ട്. ഇത് തടയാൻ ഫെമിനിസ്റ്റുകളൊക്കെ വരുമെന്ന് പറഞ്ഞിരുന്നു. ചില ആൾക്കാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില ഫെമിനിസ്റ്റുകൾ ഇത് തടയാൻ വരും. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പോലീസ് സഹോദരങ്ങൾ എടുത്തുകൊണ്ടുപോയതുപോലെ ഈ കട്ടൗട്ടൊക്കെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ചില ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ വെല്ലുവിളി വിളിച്ചിരുന്നു. ഇപ്പം പണ്ടത്തെ മമ്മൂട്ടി സാറിന്റെ സിനിമ പറയുന്ന പോലെ ഈ കഴിക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ആരെങ്കിലും തടയാനുണ്ടോ എന്നൊന്ന് ചോദിച്ചിട്ട് തുടങ്ങുക. ചില ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ ഒരു കാരണവശാലും അങ്ങനെ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോ ആ ഫെമിനിസ്റ്റുകൾ വരാത്തോണ്ട് അവർക്കെല്ലാം നമുക്കൊരു കൈയടി കൊടുക്കാം. തീർച്ചയായിട്ടും എല്ലാവരും ഒരു നല്ല കൈയടി. അത് ഈ ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ ഈ തീവ്ര ഫെമിനിസ്റ്റുകൾക്ക് അവരുടെ മനസ്സ് മാറിയാണെന്ന് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുകയാണ്. അല്ലെന്ന് നമുക്കറിയാം, അവരുടെ മനസ്സ് മാറി എന്ന് നമ്മളങ്ങ് വിശ്വസിക്കുകയാണ്. ഇന്ന് ഇതിനെ എതിർക്കാത്ത പോലീസ് സഹോദരങ്ങൾക്കും അല്ലെങ്കിൽ പോലീസിലെ എല്ലാ സാറുമാർക്കും നന്ദി പറയുന്നു. എന്നാൽ ഇതിനെ സമ്മതിച്ചാണ്. ഇല്ലെങ്കിൽ ഞാൻ നമുക്ക് എപ്പോഴും ഒരു മനസ്സിൽ വേറൊരു പ്ലാൻ വേണമല്ലോ. ഞാൻ വേറെ ഗാന്ധിജിയെ എടുത്തോണ്ട് പോവുകയാണെങ്കിൽ വേറൊരു അതായത് ഇനി ഗാന്ധിജിയുടെ ഈ കട്ടൗട്ട് പോലീസുകാർ എടുത്തോണ്ട് പോവുകയാണെങ്കിൽ കയ്യിൽ വേറൊരു കാര്യം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ ഫെമിനിസ്റ്റ് സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ തയ്യാറായി തന്നെയാണ്. ഞങ്ങൾ 100% തയ്യാറായി തന്നെയാണ്. അതിശക്തമായ രീതിയിൽ മുമ്പോട്ട് പോകും. അപ്പൊ മാഡം ഇത് ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ ആ പാല് ഒഴിക്കാന്നാണ് കരുതുന്നത്. ഇറങ്ങിയിരിക്കുന്നു. സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള ഒരു സംഘടനയൊന്നും അല്ല കേട്ടോ. സ്ത്രീകളും പുരുഷന്മാരും തുല്യമായിട്ട് നിൽക്കണം എന്നുള്ളതിനൊരു മുന്നോടിയായിട്ട് കൊണ്ടിരുന്ന ഒരു ഇതാണ് കേട്ടോ. അല്ലാതെ എതിരായിട്ട് പറയുന്ന ഒരു കാര്യം. ഞങ്ങളത് ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങൾ എന്തുകൊണ്ടാണ് പ്രിയങ്ക മാഡത്തോട് തന്നെ ചോദിക്കുകയും നാളെ കോഴിക്കോട് സമാനമായ നമ്മൾ കുട്ടിക്കൽ ജയന്തന്റെ വൈഫ് അദ്ദേഹം വരാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വ്യാജ കേസുകളിൽ സ്ത്രീകളും പെട്ടുപോകാൻ. അതായത് പുരുഷൻ, സഹോദരൻ, അച്ഛൻ, മകനൊക്കെ വ്യാജ കേസുകൾ പെടുമ്പോൾ ഏറ്റവും വേദന അനുഭവിക്കുന്നത് വീട്ടിലിരിക്കുന്ന അമ്മയാണ്, വീട്ടിലിരിക്കുന്ന ഭാര്യയാണ്, വീട്ടിലിരിക്കുന്ന പെങ്ങളാണ്, വീട്ടിലിരിക്കുന്ന മകളാണ്. അതുകൊണ്ട് എല്ലാ പുരുഷന്മാർക്കും അവരുടെ എല്ലാം പ്രതിനിധിയായിട്ടാണ് ഞാനും വന്ന് നിൽക്കുന്നത്. കാരണം സ്ത്രീ പുരുഷനായാലും ഭാര്യ സ്ത്രീയാണ്, മക്കള്. അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. അല്ലാതെ നമ്മൾ സ്ത്രീ വിരോധിയായിട്ടൊന്നും അല്ലാതെ വന്നിട്ടില്ല. മാത്രമല്ല ഇന്നലെ ഒരുപാട് പേര് പറഞ്ഞ കമന്റ് ഞങ്ങളെക്കാൾ എല്ലാം നന്നായി പ്രിയങ്കയുടെ സംസാരിച്ചു. അതായത് ഞങ്ങൾ പലപ്പോഴും ഈ ടെക്നിക്കാലിറ്റിയും സാങ്കേതികത്വവും നിയമവും ഒക്കെ പറയുമ്പോൾ 5 ഡയലോഗ്. ഞാൻ സാധാരണ ഒരു സ്ത്രീയാണ്, മനുഷ്യന്റെ മനസ്സറിയുന്ന സാധാരണക്കാരുടെ ഒരു സ്ത്രീയാണ്. അല്ലാതെ എനിക്ക് വേറെ പ്രസംഗിക്കാനോ വലിയ കഴിവൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിലുള്ളത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നു. അപ്പൊ നമ്മൾ ഈ പരിപാടി എന്തുകൊണ്ടാണെന്നും കൂടെ ഉണ്ട്. ഈ പാലഭിഷേകത്തിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. നമ്മൾ എപ്പോഴും ഇന്നലെ പ്രിയങ്കാമൻ പറഞ്ഞതാണ്, നമ്മൾ ദൈവങ്ങളെയോ ആദരവോടെ കൂടി കാണുമ്പോഴോ സ്നേഹം കാണുമ്പോഴാണ് പാലഭിഷേകവും പുഷ്പാഭിഷേകവും ഒക്കെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ തവണ ഒരു ജഡ്ജി ബഷീർ സാറിന്റെ കട്ടൗട്ടിൽ നമുക്ക് പാലഭിഷേകം നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സമ്മതിച്ചില്ല. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, ഈ നാടിന്റെ ആത്മാവായ, ഈ നാടിന്റെ ലോകത്തിന്റെ പ്രകാശമായ, ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിപുരുഷനായ മഹാത്മാഗാന്ധിയുടെ കട്ടൗട്ടിൽ ഇനി അതിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ഞങ്ങൾ മഹാത്മാഗാന്ധിയുടെ കട്ടൗട്ടിൽ ഒഴിക്കുന്നതിന് മഹാത്മാഗാന്ധിയും നമ്മുടെ രാഷ്ട്രപിതാവും ഒരു പുരുഷനായിരുന്നു. നമുക്ക് വേണ്ടി പോരാടി ജയിച്ച ആ പുരുഷൻ അല്ലെങ്കിൽ ആ അച്ഛൻ, ആ സഹോദരൻ മകന് വേണ്ടി ഈ സ്ത്രീ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ, അതിനെതിരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാവരും കാര്യമായി എല്ലാവരും തീർച്ചയായിട്ടും അത് ചെയ്യണം. എല്ലാവരും അത് ചെയ്യണം. ഇതില് കക്ഷി രാഷ്ട്രീയം, അങ്ങനെ ജാതിയോ മതമോ കക്ഷിയോ രാഷ്ട്രീയമോ ഒന്നുമില്ല. എല്ലാ പാർട്ടിക്കാരെയും വ്യക്തിപരമായി പോയി കാണുകയും അവരുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്യും. സ്പീക്കർ ശ്രീ ഷംസീറിന്റെ ഒരു നിലപാട് അദ്ദേഹം അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കാര്യം അദ്ദേഹത്തിന് ഒഫീഷ്യലി ലെറ്റർ കൊടുത്തു. നമ്മളോട് പറയണ്ട, MLA എൽദോസ് ഔദ്യോഗികമായി തന്നെ ബാലകൃഷ്ണൻ ഇത്രയും എഫേർട്ട് എടുക്കുന്ന പുള്ളിക്കും കുറച്ചാവാം. അപ്പൊ ഇത്രയും എഫേർട്ട് ശ്രീ എൽദോസ് എടുത്തു, ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു. അതായത് ഇനി ഒരു കാര്യം ഇത് ആ ബില്ലിന്റെ ഒരു ഡ്രാഫ്റ്റ് കാര്യമാണ്.
ആ ബില്ലിന്റെ ഡ്രാഫ്റ്റ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതേ ഇതൊരു തമാശയല്ല, ഇതൊരു കുട്ടിക്കളിയല്ല, ഇതൊരു നിയമമാണ്. ആ നിയമം കേരളത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ വേണ്ടി പെർമിഷൻ വേണ്ടി കൊടുക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവിധ പിന്തുണയും നൽകണം. ആ നിയമസഭയിലെ ബില്ലിന്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഏറ്റവും ആദരവോടുകൂടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഒരു നിലപാട് കൂടി പറയണം. വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹം കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി, സ്ത്രീകൾക്കെതിരെ വാക്കോ നോക്കോ കൊണ്ട് മോശം കാണിക്കുന്നതൊക്കെ. തീർച്ചയായും സ്ത്രീകൾക്കെതിരെ വാക്കോ നോക്കോ കൊണ്ട് മോശമാകരുത്. പുരുഷന്മാർക്കും അവകാശങ്ങളില്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആദരണീയനായ സ്പീക്കറും കൂടി ഈ വിഷയങ്ങളിൽ ഒരു നിലപാട് പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയങ്ക മാഡം കൂടെ എന്തെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മെൻഷൻ ചെയ്താൽ. നമ്മള് ഇപ്പോ ഈ പറയുന്ന പോലെ സാധാരണ സ്ത്രീകളുടെയും ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാൻ വേദികളുണ്ട്. പക്ഷെ പുരുഷന്മാർക്ക് തുറന്ന് പറയാൻ പറ്റിയ ഒരു വേദിയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊക്കെ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു. എന്തായാലും താമസിച്ചാലും നിങ്ങൾ എല്ലാവരും കൂടി എന്നുള്ള ഒരു ഉറപ്പോടുകൂടി നിങ്ങൾക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഈ കമ്മീഷൻ വരുന്നത് തന്നെ. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും. അത് തുറന്നു പറയാനുള്ള ഒരു വേദി കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അത് ഇന്ന് തുടക്കം ഇതുപോലെ ഉള്ള കാര്യങ്ങൾക്ക് രാഹുലിന് എന്തായാലും ഇത്രയും നല്ലൊരു മനസ്സോടുകൂടി മുന്നോട്ട് വന്ന രാഹുലിന് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാം. പ്രിയങ്ക മാഡം, എനിക്ക് വൈദ്യവാസ സാറൊക്കെ പറഞ്ഞു, പ്രിയങ്ക മാഡം ആദ്യം പറഞ്ഞത് വിമർശനമാണ്. നിങ്ങൾ താമസിച്ചു പോയി, നേരത്തെ ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് കാര്യം. അങ്ങനെ ഒരുപാട് പേര് പെട്ടിട്ടില്ലേ മാധ്യമങ്ങളിൽ തന്നെ? എത്രയോ വ്യാജ കേസുകൾ ഞങ്ങൾക്കാർക്കെതിരെയല്ല, നിങ്ങൾക്കെതിരെ വ്യാജ കേസ് വന്നിട്ടില്ലേ? ഞാൻ പറയണത് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ പ്രമുഖമായ 4-5 മാധ്യമങ്ങൾ എടുത്തു നോക്കൂ. രാഷ്ട്രീയ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കെതിരെ പോക്സോ കേസ് അടക്കം വ്യാജമായി വന്നിട്ടില്ലേ? ഒരു പ്രമുഖ ചാനലിന്റെ എന്താ പറയുക എഡിറ്റർ സ്ത്രീയായ വ്യക്തിക്കെതിരെ അവരെ വ്യാജ പോക്സോ ഇട്ടില്ലേ? എന്താണ്? ഈസിയാണ്. ആരുടെയും തലയിൽ ഈ കരിനിയമങ്ങൾ ഉപയോഗിച്ച് കുതിര കയറാം. അതുകൊണ്ട് മഹാത്മാഗാന്ധി നയിക്കുന്ന പാതയിൽ, സമാധാനത്തിന്റെ പാതയിൽ, എല്ലാരെയും ഉൾക്കൊള്ളുന്ന പാതയിൽ ഈ കരിനിയമങ്ങൾക്കെതിരെ അതിശക്തമായൊരു നിലപാട് വേണം, നയം വേണം. അത് നാളെ ഇനി ഒരു കാര്യം ഞാൻ ഇതായിട്ട് പറയല്ല, എന്തുകൊണ്ടാണെന്ന് പറയും. കഴിഞ്ഞ നൂറ്റാണ്ടിൽ പറയും വീട്ടിൽ പെൺമക്കളായതുകൊണ്ട് അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് പേടിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് 2 ആൺമക്കളാണ്, എനിക്ക് പേടിയാണ്. കാര്യം ഏതെങ്കിലും രീതിയിൽ നാളെ ഈ അവസ്ഥ അവർക്ക് വരികയാണെങ്കിലേ നമ്മളൊക്കെ തകർന്നു പോകും. ഫൈറ്റ് ചെയ്യാൻ നമുക്കൊരു സ്പേസ് ഉണ്ടാവില്ല. ഏതെങ്കിലും രീതിയിൽ അവരുടെ സ്കൂളിലെ പ്രശ്നമായിരിക്കും, അവർ കേസ് കൊടുക്കും. ഇനി ഒരു കാര്യം കൂടെ വളരെ പ്രധാനമായി പറയാം. ഇന്നത്തെ വാർത്ത നിങ്ങൾ കണ്ടോന്നറിയില്ല. ഇന്നത്തെ വാർത്ത സ്ത്രീയുടെ പീഡനം സഹിക്കാൻ കഴിയാതെ ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തു. എന്നിട്ട് ഇന്ന് രാവിലെ വന്ന വാർത്ത എല്ലാ പ്രമുഖ മിനിഞ്ഞാന്നുണ്ട്. ഇന്ന് രാവിലെ അല്ല, ഇന്ന് രാവിലെ ബാംഗ്ലൂരിൽ പുതിയൊരാള് ഇന്ന് രാവിലെ പീറ്റർ എന്തോ പറഞ്ഞ് ഇന്ന് രാവിലെ പുള്ളി പറയാണ്, അച്ഛാ ക്ഷമിക്കണം, ഡിയർ ഫാദർ ഐ ആം സോറി, എനിക്ക് ഈ പീഡനം സഹിക്കാൻ വയ്യ. 20 ലക്ഷം രൂപ, അയാൾ പാവപ്പെട്ടവനാണ്, 20 ലക്ഷം രൂപ അയാളോട് അവർ ചോദിച്ചു. ഇതൊന്നും നമ്മൾ പറയുന്നല്ല, ഒരാൾ ആത്മഹത്യ ചെയ്യുകയാണ്. അതായത് ഈ ലോകത്ത് നിന്ന് വിട്ടു പറഞ്ഞ് എനിക്ക് പറ്റില്ല അച്ഛാ എന്ന് പേടിയോടെ പറയുകയാണ്. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മകന് ആ ഗതി വരാതിരിക്കട്ടെ. നമ്മുടെ മകൾക്ക് ഒരു കാരണവശാലും വരരുത്, നമ്മുടെ മകന് അതേപോലെ ഗതി വരാൻ. ഞാൻ അതാണ് രാവിലെ വായിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ ഇത് ഈ സീരിയസ്നെസ് മനസ്സിലാക്കണം. ഒരച്ഛനായിട്ട് പറയുകയാണ്, 2 ആൺമക്കളുടെ അച്ഛനായിട്ട് പറയുകയാണ്, നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി പറയുകയാണ്, ഇവിടെ കൂടി നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പറയുകയാണ്. സ്ത്രീപക്ഷമായിക്കോട്ടെ, പക്ഷെ പുരുഷനെ വേട്ടയാടുന്നതാകരുതെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. സ്ത്രീപക്ഷം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം എന്നോടിപ്പോൾ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ, ഇപ്പം ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് മറുപടി വന്ന ഇന്നലത്തെ പ്രശ്നങ്ങൾ കാരണം എനിക്ക് വന്ന മറുപടി എന്താണെന്നറിയോ? ചേച്ചി ഞങ്ങൾ കൂടെ നിൽക്കും. കാരണം ഈ പറയുന്ന എല്ലാ ഭർത്താക്കന്മാരുടെയും ഭാര്യ സ്ത്രീയല്ലേ, അമ്മ സ്ത്രീയല്ലേ, മോള്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇത് സ്ത്രീകൾക്കെതിരുള്ള ഒരു പോരാട്ടം അങ്ങനെയൊന്നുമല്ല. ഈ പുരുഷന്മാർക്ക് ഉള്ളതെല്ലാം ഈ പറയുന്ന പോലെ സ്ത്രീകൾ തന്നെ കൂടെ നിൽക്കണം. 2 തുല്യ ശക്തികൾ തന്നെയാണ്. അപ്പൊ അതിനുവേണ്ടി ഇവർ വരുന്ന ഈ പുരുഷന്മാരെ വരുന്ന ഈ കമ്മീഷൻ എന്ന് പറയുന്നത് വളരെ ശക്തമായി, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി തന്നെയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് പറയാനൊരു വേദി ഒരുക്കി തന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സപ്പോർട്ടും ചെയ്യണം. ഞാൻ മാഡത്തെ, പ്രിയങ്ക മാഡത്തെ കുറിച്ചും അജിത് കുമാർജിയെ കുറിച്ചും ഇവിടെ AK എല്ലാവരും ഉണ്ട്, രാഹുലുണ്ട്, ഉമാമേശ്വരിയുണ്ട്, എല്ലാവരെ കുറിച്ചും ഒരു കാര്യം കൂടി. എന്താണ് സ്ത്രീകളുടെ റോളിൽ? ഞങ്ങൾ നാളെ റിക്വസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ജയചന്ദ്രൻ, കുട്ടികൾ ജയചന്ദ്രൻ ഇപ്പൊ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി കിട്ടിയിരുന്നു. യഥാർത്ഥത്തിൽ ജയേന്ദ്രൻജിക്ക് വേണ്ടി പോരാടിയത് മുഴുവൻ ഭാര്യയാണ്. പുള്ളി 7 മാസമായിട്ട് ജാമ്യത്തിന് ശ്രമിക്കുകയാണ്. 7 മാസമായിട്ട് അദ്ദേഹം ഒളിവിലാണ്. ഞാൻ തുറന്നു പറയുന്നത് എനിക്ക് മടിയൊന്നുമില്ല. എങ്ങനെങ്കിലും ജാമ്യം കിട്ടാൻ നോക്കുകയാണ്. പല കോടതികളിലായി പോയി, അവസാനം സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടി. ഈ കാലം അത്രയും ആ പുരുഷന് വേണ്ടി, അദ്ദേഹത്തിന് വീട്ടുകാരില്ല, ഫാമിലി ഇല്ല, അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയതാണ്. ആ ഭാര്യ സെറീന എന്ന് പറയുന്ന സ്ത്രീയാണ് നിന്ന് പോരാടിയത്. ആ സെറീന എന്ന് പറയുന്ന സ്ത്രീ ബുദ്ധിമുട്ടി അവർക്കുള്ള സാധനങ്ങളെല്ലാം പണയം വെച്ച്, ആഭരണങ്ങൾ പണയം വെച്ച് തന്റെ ഹസ്ബൻഡിനെ ഇന്നലെ, ഒരുപാട് ദൂരമൊന്നുമല്ല, ഇന്നലെ
അത് അദ്ദേഹം അവർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി കിട്ടി. പോലീസിനെ കാണുന്നുണ്ട്. നാളെ നമ്മുടെ പരിപാടിക്ക് അവരോട് ഗസ്റ്റായി വരാൻ കോഴിക്കോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വിജയിക്കണമെങ്കിൽ ഞങ്ങളുടെ അമ്മമാരുടെ, സഹോദരിമാരുടെ, ഭാര്യയുടെ അല്ലെങ്കിൽ മകളുടെ, നമ്മുടെ സ്ത്രീ സുഹൃത്തുക്കളുടെ പിന്തുണ വേണം. അങ്ങനെ ഏതെങ്കിലും സ്ത്രീകളോട് എന്താ പറയുന്നത്, ഈ ഫെമിനിസ്റ്റുകളോടാണെങ്കിൽ പോലും അവരോട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വിട്ടുകളയണം. ഏതെങ്കിലും രീതിയിൽ വാക്കുകൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ടുകളയണം. ഈ വിഷയത്തിൽ സഹായിക്കണം, സഹകരിക്കണം. വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷനൊക്കെ സഹകരിക്കണം. കാര്യം ഇത് നമുക്ക് വന്നാലേ നമുക്ക് പൊള്ളലുണ്ടാവും. ഒരുപാട് ദീർഘിപ്പിക്കാതെ പെട്ടെന്ന് നമ്മൾ ഈ കൂടിയതിന്റെ കാര്യം AKMA ഓൾ കേരള മെൻസ് അസോസിയേഷൻ എത്രയോ കാലങ്ങളായിട്ട് ഇവർ ഫൈറ്റ് ചെയ്യുന്നതാണ്. ഞാനിനി ഒരു സ്വയം വിമർശനം കൂടെ പറഞ്ഞെടുക്കാം. ഞാൻ ഇന്നലെ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ പ്രസ് മീറ്റ് ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ അജിത് കുമാർജി വളരെ പ്രസക്തമായ ഒരു കാര്യം പറഞ്ഞു. ഞാൻ പലപ്പോഴും ഇവരുടെ പരിപാടിക്ക് പോയി വലിയ രീതിയിൽ പ്രസംഗിക്കും. ആർട്ടിക്കിൾ 15(3) എക്സെപ്ഷൻ ഇല്ല, പുരുഷ കമ്മീഷൻ ചിന്തിക്കേണ്ടതാണ്. പക്ഷേ എനിക്കും ജനാധിപത്യത്തിന്റെ തെരുവിലേക്ക് ഇറങ്ങാൻ തോന്നുന്നത്, എനിക്ക് എൻ്റെ മകന്റെ ബർത്ത്ഡേയിൽ ഹണി റോസിന്റെ പരാതി വന്നു. എൻ്റെ മകന്റെ ഫ്രണ്ടിൽ വെച്ച് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന എനിക്ക് പേടി വന്നു. അവന്റെ 8 സുഹൃത്തുക്കൾ കഴിഞ്ഞ ജനുവരി 11, ഒരുപാട് കാലമൊന്നുമല്ല, കഴിഞ്ഞ ആഴ്ചയുടെ കാര്യമാണ്. ജനുവരി 11 എൻ്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു, 8ാമത്തെ ബർത്ത്ഡേ. അവന്റെ സ്കൂളിൽ പഠിക്കുന്ന സുഹൃത്തുക്കളെല്ലാം കൂടെ വന്നു. അവരുടെ ഫ്രണ്ടിൽ വെച്ച് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ ഒരുപക്ഷെ അവനും ഇന്ന് ആ സുഹൃത്തുക്കൾ ഇല്ലാതാവും എന്നുള്ള പേടി വന്നു. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഹൈക്കോടതിയിൽ അപ്രോച്ച് ചെയ്തത്. ഞാൻ അപ്പോഴാണ് വിചാരിച്ചത് എനിക്കാരും പറയാനില്ലല്ലോ. പെട്ടെന്ന് നോക്കിയപ്പോൾ യുവജന കമ്മീഷന്റെ ചെയർമാൻ പറയുന്നു രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കണം, DGPക്ക് പുള്ളി പരാതി കൊടുത്തു. പുള്ളി എന്തിനാ പരാതി കൊടുക്കുന്നത്? വനിതാ കമ്മീഷന്റെ ആള് പറയുന്നു രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യണം. എന്തിന്? ഒരു ചാനൽ ചർച്ചയിൽ പോയി പറഞ്ഞു തരും. എന്നാൽ ഇവരാരെങ്കിലും നിങ്ങൾ ചോദിച്ചോ? കമാൽ പാഷ സാറ് ഒരു ആണിനെ കൊന്നിട്ട് അവൾ അന്തസ്സോടെ വിഷം കലക്കി കൊടുത്താണെന്ന് പറഞ്ഞു. ഒരു മാധ്യമങ്ങൾ തെറ്റാണെന്നെങ്കിലും പറഞ്ഞു. ചർച്ചയൊന്നും എടുക്കണ്ട. കമാൽ പാഷ സാറ് പറഞ്ഞത് ശരിയായില്ല. നമ്മൾ ഒരു ആണിന് വിഷം കൊടുക്കി കൊല്ലുകയാണ്. എന്ത് ഒരു ജസ്റ്റിസ് ആണ്, ഹൈക്കോടതി ജഡ്ജി പറയുകയാണ് അന്തസ്സോടെ വിഷം കലക്കി കൊടുത്തു. കമാൽ പാഷ സാറ് പറഞ്ഞത് തെറ്റാണ് സാറേ എന്ന് പറയാൻ ഇവിടെ ആർക്കും ഇതില്ല. പക്ഷേ രാഹുൽ ഈശ്വർ ഹണി റോസിനെ വിമർശിച്ചതിന് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ഹൈക്കോടതി വിധി എന്താ. ഹൈക്കോടതി വിധിയിൽ എന്നോട് പറഞ്ഞിരിക്കുന്നത് യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ. നിങ്ങളടക്കം പലരും ആണുങ്ങൾക്ക് വേണ്ടി പോരാടുന്നുണ്ട്, എന്നാൽ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പോരാടണമെന്നാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയെ പൂർണ്ണമായി അംഗീകരിക്കുന്നു.